ശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പകാലം 5-ാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ ഇങ്ങനെ അപ്പോസ്തലന്മാരെ അയക്കുകയാണ്. ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമായിട്ട് ഗ്രാമങ്ങൾ തോറും ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ സുവിശേഷവുമായിട്ട് ഇങ്ങനെ നടന്നകലുകയാണ്. മാമോദീസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ഈ തരുണത്തിൽ അഭിഷേകം കിട്ടിയവരാണ്. മാമോദീസായിലൂടെ അഭിഷേകം കിട്ടിയ ഓരോ ക്രൈസ്തവന്റെയും ഏറ്റവും പരമപ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത് ഈശോയെ അറിയിക്കുക എന്നുള്ളതാണ്. അഭിഷിക്തനായ, അഭിഷേകം കിട്ടിയ ഒരു ക്രൈസ്തവന്റെ മുഖ്യമായ കടമയാണ് ഈശോയെ അറിയിക്കുക എന്നുള്ളത്. നമ്മൾ ഈ സമയം മുതൽ, നമ്മൾ എണീറ്റ സമയം മുതൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമയം വരെ, ഇതിനിടയിൽ നമ്മൾ ഈശോയെ പറ്റി ഒരാളോടെങ്കിലും നമ്മൾ പറഞ്ഞോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയാറുള്ളത് പോലെ നമ്മുടെ ഫോണിലേക്ക് ഈ രാവിലെ ചില മെസ്സേജുകൾ വരാറുണ്ട്. അത് ചിലപ്പോൾ ഒരു വചനം വെച്ചുള്ള മെസ്സേജുകളായിരിക്കാം. അതിങ്ങനെ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മുടെ ഫോണിലേക്ക് വന്നു ചേരാറുണ്ട്. നമ്മളൊക്കെ തമാശയ്ക്ക് മറ്റുള്ളവരോട് പറയും, ഇവനൊന്നും വേറെ ഒരു പണിയുമില്ലേ എന്ന്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട വസ്തുത, അവരവരുടെ മിഷൻ, അവരവരുടെ ദൗത്യം നിർവഹിക്കുകയാണ്. അഭിഷേകം കിട്ടിയ അവരവരുടെ ദൗത്യം ഈശോയെ മറ്റ് മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ഈ അപ്പോസ്തലന്മാരെ പോലെ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വാക്കുകളിലൂടെ ആവാം, നമ്മുടെ പ്രവർത്തികളിലൂടെ ആവാം, നമ്മുടെ ചെയ്തികളിലൂടെ ആവാം. വിശുദ്ധ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.